നമസ്കാരം. HP കമ്മ്യൂണിക്കേഷൻസ് ന്യൂസ് 7 TV വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് കറുത്തവാവ് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന പിതൃതർപ്പണത്തിന് പേരുകേട്ട ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആയിരങ്ങളാണ് ബലിതർപ്പണത്തിനെത്തിയത്. പെരിയാർ കിഴക്കോട്ടൊഴുകുന്ന ഭാഗത്തുള്ള ക്ഷേത്രക്കടവിൽ ബലിയർപ്പിക്കുന്നത് വളരെ വിശേഷപ്പെട്ട ഒന്നായാണ് വിശ്വാസികൾ കരുതുന്നത്. അടുത്ത ദിവസങ്ങളിലായുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് കടവിൽ വെള്ളം കയറി ചെളി അടിഞ്ഞിരുന്നു. എന്നാൽ 2 ദിവസമായി മഴ മാറി നിന്നതിനാൽ ചെളിയെല്ലാം നീക്കം ചെയ്ത് ഭക്തജനങ്ങൾക്ക് സുഗമമായി ബലിയർപ്പിക്കാൻ സജ്ജമാക്കാൻ കഴിഞ്ഞതായി ക്ഷേത്രം സെക്രട്ടറി TR സുനിൽകുമാർ അറിയിച്ചു. ദക്ഷിണകാശി എന്ന പേരിൽ പ്രസിദ്ധമായ ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട അമാവാസി ദിവസമാണിന്ന്. ഈ ദിവസം വെളുപ്പിന് 2 മണി മുതൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. 2 മണിക്ക് ക്ഷേത്രക്കടവിൽ ബലിതർപ്പണം ആരംഭിച്ചു. ക്ഷേത്രക്കടവിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയെ തുടർന്ന് വെള്ളം കയറുകയും ചെളി അടിയുകയും ചെയ്തിരുന്നു. എന്നാൽ 2 ദിവസം കൊണ്ട് നമ്മളത് മുഴുവൻ വൃത്തിയാക്കുകയും ഭക്തജനങ്ങൾക്ക് യാതൊരു അസൗകര്യവും ഇല്ലാതെ ബലിതർപ്പണം നടത്തുന്നതിന് ഉള്ള സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തു. ക്ഷേത്ര കടവിൽ തന്നെ ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണം നടത്താൻ സാധിച്ചു എന്നുള്ളത് വലിയ ഒരു വിജയമായിട്ടാണ് ട്രസ്റ്റ് കരുതുന്നത്. ക്ഷേത്രത്തിന് വെള്ളം കയറാത്ത മറ്റ് സ്ഥലങ്ങളുണ്ടെങ്കിൽ പോലും കിഴക്കോട്ട് ഒഴുകുന്ന പെരിയാർ നദിയുടെ തീരത്ത് ബലിതർപ്പണം നടത്തുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായിട്ട് ഭക്തജനങ്ങൾ കരുതുന്നതുകൊണ്ട് അവിടെ തന്നെ തയ്യാറാക്കിയ പന്തലുകളിൽ ബലിതർപ്പണം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ വളരെ നല്ല സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഭക്തർക്ക് സൗകര്യത്തിനായി പെരുമ്പാവൂർ, അങ്കമാലി എന്നീ ഡിപ്പോയിൽ നിന്നും KSRTC ബസ്സുകൾ ക്ഷേത്രത്തിലേക്ക് പ്രത്യേക സർവീസ് നടത്തി. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭക്തജനങ്ങൾക്ക് രാവിലെ ഭക്ഷണം ദേവസ്വം ട്രസ്റ്റ് സൗജന്യമായി വിതരണം ചെയ്തിരുന്നു. ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരിക്കും. ക്ഷേത്രത്തിലെ മറ്റു ചടങ്ങുകളായ നമസ്കാരം, തിലഹവനം, സായുജ്യ പൂജ എന്നിവയ്ക്ക് ക്ഷേത്രം തന്ത്രി നെടുമ്പള്ളി തരണനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ബലിതർപ്പണത്തിന് ശേഷം ക്ഷേത്രത്തിനകത്ത് വച്ചാണ് പിതൃപ്രീതിക്ക് വിശേഷപ്പെട്ട ഈ ചടങ്ങുകൾ നടക്കുന്നത്. 2 ദിവസമായി വാവ് വരുന്നതുകൊണ്ട് നാളെയും ക്ഷേത്രത്തിൽ ഭക്തജന തിരക്ക് പ്രതീക്ഷിക്കുന്നു. നാളെ രാവിലെ 2 മണി മുതൽ ബലിതർപ്പണത്തിന് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ ഉച്ചവരെ ബലിതർപ്പണം നീളും. ഭക്തജനങ്ങളുടെ സുരക്ഷിതത്വത്തിനായി കേരള ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീമിൻ്റെ സേവനമുണ്ടായിരുന്നു. ക്ഷേത്രക്കടവിൽ വെള്ളത്തിന് നല്ല ഒഴുക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഫയർഫോഴ്സിൻ്റെ സേവനം വളരെ സ്തുത്യർഹമായ നിലയിൽ ഭക്തജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഭക്തൻ്റെ മൊബൈൽ ഫോൺ ഈ വെള്ളം കലങ്ങി നല്ല ഒഴുക്കോടുകൂടി ഒഴുകുന്ന പുഴയിൽ വീണുപോയത് ഫയർഫോഴ്സിൻ്റെ സംയോജിതമായ ഇടപെടലുകൊണ്ട് അപ്പോൾ തന്നെ വീണ്ടെടുക്കാൻ സാധിച്ചു. ഇക്കാര്യത്തിൽ കേരള ഫയർഫോഴ്സിനുള്ള നന്ദി ദേവസ്വം ട്രസ്റ്റ് ഭരണസമിതി രേഖപ്പെടുത്തുന്നു. നീതി പെയിന്റ് ഷോപ്പ് ഇനി മുതൽ പെരുമ്പാവൂരിലും. നിങ്ങളുടെ ഭവനങ്ങൾക്ക് വർണ്ണശോഭയേകുവാൻ വിവിധ കമ്പനികളുടെ പെയിന്റുകളും അനുബന്ധ സാമഗ്രികളും പൊതുവിപണിയിൽ നിന്നും വൻ വിലക്കുറവിൽ ലഭ്യമാക്കിക്കൊണ്ട് പെരുമ്പാവൂർ ഗേൾസ് ഹൈസ്കൂൾ റോഡിൽ സർക്കാർ ജീവനക്കാരുടെ സഹകരണ സംഘം ഓഫീസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നീതി പെയിന്റ് ഷോപ്പ്. നിറമുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാം നീതി പെയിന്റിംഗിന്റെ വർണ്ണക്കൂട്ടുകളാൽ.